അനന്തമായി നീണ്ട പോരാട്ടമായിരുന്നു അത്. പ്രതീക്ഷകളും ആശങ്കകളും മാറിമറിഞ്ഞ വർഷങ്ങൾ. ഒടുവിൽ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്കും കരുതലുകൾക്കും ഫലം കണ്ടിരിക്കുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങളിന്ന് ഈ ആശുപത്രി പടവുകളിറങ്ങുകയാണ്. പക്ഷേ പോരാട്ടം അവസാനിച്ചിട്ടില്ല. പൂർണ്ണമായ ആരോഗ്യത്തിലേക്കുള്ള ദൂരം ഇനിയുമുണ്ട്. അടുത്ത 2 മാസക്കാലം കെയർ ഹോമിലെ കരുതലിനും വിശ്രമത്തിനുമായി ഞങ്ങൾ മാറുകയാണ്. തിരികെ ജീവിതത്തിലേക്ക് കരുത്തോടെ നടന്നുകയറാനുള്ള ഇടവേളയാണിത്. പുതിയൊരു പുലരിക്കായുള്ള കാത്തിരിപ്പിന്റെ തുടക്കം. അമ്മായിയുടെ പ്രാർത്ഥനയോടെയാണ് ഇവിടെ ഓരോ ദിവസവും കണ്ണു തുറക്കുന്നത്. മനസ്സ് നിറയെ ദൈവത്തോടുള്ള നന്ദിയും പ്രാർത്ഥനയുമായി ആ നിമിഷങ്ങൾ കടന്നു പോകുന്നു. നിസ്കാരപ്പായയിൽ നിന്നിറങ്ങിയാൽ അമ്മായിയുടെ അടുത്ത ലക്ഷ്യം അടുക്കളയാണ്. തന്റെ സഹോദരന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു. പ്രതീക്ഷയുടെ പുതിയൊരു പാതയിലേക്കാണ് ഇന്ന് അവർ ചുവടുവെക്കുന്നത്. ആശുപത്രിയിലെ 4 ചുവരുകൾക്ക് പുറത്ത് ഈ ശാന്തമായ വരാന്തയിൽ ഒരു പുതിയ പുലരി അവരെ കാത്തിരിക്കുന്നു. മുറിവുകൾ ഉണങ്ങണം, നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു പിടിക്കണം. ഡോക്ടർമാർ നിർദ്ദേശിച്ച ഈ 30 മിനിറ്റ് നടത്തം വെറുമൊരു വ്യായാമമല്ല, അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടത്തമാണ്. നടത്തം കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും അല്പനേരം വിശ്രമിക്കുന്നു. ആ സമയം തൻ്റെ ജ്യേഷ്ഠനുള്ള ഭക്ഷണവുമായി അമ്മായി എത്തുന്നു. ഞാനും അമ്മായിയും കൂടി ക്യാൻറ്റീനിലേക്ക്. വിശപ്പടക്കുന്നതിനൊപ്പം ഉമ്മയ്ക്കുള്ള ഭക്ഷണവും കരുതിയാണ് ഞങ്ങൾ മടങ്ങുന്നത്. കെയർ ഹോമിൽ തിരക്കിലാണ് ഉമ്മ. ഉപ്പയ്ക്ക് ആശുപത്രിയിൽ പോകാനുള്ള ഷർട്ട് ഉമ്മ ശ്രദ്ധയോടെ തേക്കുന്നു. ഓരോ ചുളിവ് നിവരുമ്പോഴും അതിൽ തെളിയുന്നത് ഒരു ആയുസ്സിന്റെ കരുതൽ. പുറത്ത് ഞാനും ഉപ്പയും. കെയർ ഹോമിൽ നിന്നുള്ള വണ്ടിക്കായുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ. ചുറ്റുമുള്ള നിശബ്ദതയിൽ ആ വണ്ടിയുടെ ശബ്ദത്തിനായി ഞങ്ങളുടെ കാതുകൾ കൂർപ്പിച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ കെയർ ഹോമിലെ ജീവനക്കാർ സജീവമാണ്. അവർ ഓരോ മുറിയും വൃത്തിയാക്കുന്നു. ഒരു കെയർ ഹോമിനെ സംബന്ധിച്ച് ക്ലീനിംഗ് എന്നത് വെറുമൊരു ജോലിയല്ല, മറിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒടുവിൽ വണ്ടിയെത്തി. ആശുപത്രിയുടെ വെളുത്ത ഇടനാഴികളിലൂടെയുള്ള നടത്തം, ഡോക്ടറുമായുള്ള സംസാരം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉള്ളിലൊരു ആശ്വാസമുണ്ട്. പോകാൻ വീണ്ടും വരാന്തയിൽ ആ പഴയ കാത്തിരിപ്പ്. ശുചിത്വവും കരുതലും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ വണ്ടിക്കായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. ആശുപത്രിയിലെ തിരക്കുകൾ കഴിഞ്ഞ് ഞങ്ങൾ കെയർ ഹോമിൽ തിരിച്ചെത്തി. പക്ഷേ അവിടെ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. 2 മാസത്തെ താമസത്തിന് ശേഷം ഒരു കുടുംബം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു. അവിടെ കൂടിയിരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അവർക്ക് യാത്രയയപ്പ് നൽകുകയായിരുന്നു. എൻ്റെ ഉമ്മ ഇപ്പോൾ വീണ്ടും നടന്നു തുടങ്ങിയിരിക്കുന്നു. ഉപ്പയും ഉമ്മയും പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ കെയർ ഹോമിലെ ശാന്തമായ ഇടനാഴികളിലും ഹാടനാഴികളും ഹാളുകളും അത്രമേൽ വൃത്തിയുള്ളതാണ്. ഇവിടുത്തെ മാനേജ്മെന്റ് വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. കൃത്യമായ നിയമങ്ങളുണ്ടെങ്കിലും അതെല്ലാം രോഗികളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ പോലും ഓരോ രോഗിയെയും ഒരു VIP പരിഗണനയോടെയാണ് അവർ പരിചരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് തുടങ്ങാൻ മുൻകൈയെടുത്തവർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. ഉപ്പയ്ക്കുള്ള ഇൻസുലിൻ പെൻ എടുക്കാൻ പോകണം. അത് നൽകുന്നതോടെ എൻ്റെ ഇന്നത്തെ ജോലികൾ അവസാനിക്കും. ഞാനും അമ്മായിയും കൂടി 20 ദിവസം ഈ കെയർ ഹോമിലുണ്ടാകും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉപ്പയും ഉമ്മയും ഇവിടെ താമസം തുടരും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നേയുള്ളൂ എൻ്റെ പ്രാർത്ഥന, ഇനി അങ്ങോട്ടുള്ള കാലം ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഉപ്പയും ഉമ്മയും കാത്തുരക്ഷിക്കണേ എന്ന്. അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നു. ഉച്ചയായപ്പോൾ ഉമ്മ ഏതോ വലിയ ആലോചനയിലായിരുന്നു. കല്യാണക്കാര്യമായിരിക്കും ഉമ്മ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അപ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, ഇന്ന് ചോറിന് എന്തായിരിക്കും കൂട്ടാൻ എന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പാത്രമെടുത്തത് ഉമ്മയ്ക്കുള്ള ഭക്ഷണവും വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു. ശരിക്കും ഉഗ്രൻ ഫുഡായിരുന്നായിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ ആ കെയർ ഹോമിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയത്.
മനസ്സിന് ഒരുപാട് ആശ്വാസവും സന്തോഷവും നൽകിയ ദിനങ്ങളായിരുന്നു അത്. ജീവിതത്തിൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും ഞങ്ങൾ സഹിച്ചു. 1.5 വർഷം നീണ്ടുനിന്ന ഡയാലിസിസ് കാലം അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അള്ളാഹു തന്ന ഒരു അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴുള്ള വില എന്താണെന്ന് ഈ ചെറിയ കാലം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ എല്ലാത്തിനും ഒരു മാർഗം കാണിച്ചു തരും. അവൻ ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഇനിയുള്ള കാലവും കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.